ഞാൻ ഈ ഇടത് കൈ വെച്ച് ആദ്യമായിട്ടാണ് ഇടത് കൈ വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. ഇടത് കൈ വെച്ച് ഇത് ഷൂട്ട് ചെയ്തു. അന്ന് ഒരു 2-3 മണിക്കൂർ ഷൂട്ട് ചെയ്തത് ഞാൻ അവിടെ. അന്ന് വൈകിട്ട് നല്ല പെയിനായിരുന്നു. കാരണം ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരാഴ്ച തികച്ചായിട്ടില്ല. എൻ്റെ ഈ സ്റ്റിച്ച് പോലും എടുത്തിട്ടില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇത് പോയി ഷൂട്ട് ചെയ്യുന്നത്. പിറ്റേ ദിവസം മുതൽ ഞാൻ എഡിറ്റ് ചെയ്യായിരുന്നു. ആദ്യമായിട്ടാണ് ഇടത് കൈ വെച്ച് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ഇടത് കൈ വെച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു വലിയ കംഫർട്ടബിൾ അല്ല ഞാൻ ഇടത് കൈ വെച്ച് ചെയ്യാനായിട്ട്. പക്ഷേ ഇടത് കൈ വെച്ച് ഇത് എഡിറ്റ് ചെയ്തു. 3-ാം ദിവസം ഞാനത് അപ്ലോഡ് ചെയ്തു. അപ്ലോഡ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, അപ്ലോഡ് ചെയ്ത് അന്ന് ഇത് നന്നായിട്ട് കയറിപ്പോയി. 1 ലക്ഷം 1.5 ലക്ഷം വ്യൂസോളം പെട്ടെന്ന് ഒരു 5-6 മണിക്കൂർ കൊണ്ട് കയറിപ്പോയി. പക്ഷേ പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ തുടങ്ങി ഇതിന് ഒരു മാന്യം സംഭവിച്ചു വീഡിയോയ്ക്ക്. കാരണം വീഡിയോ കയറി പോകുന്നില്ല. പിന്നെയാണ് ഈ വീഡിയോ ആയിട്ട് 3-ാമത്തെ ദിവസമാണ് ഞാനത് വാട്സപ്പിൽ ഓരോരുത്തർ എനിക്ക് അയച്ചു തരാൻ തുടങ്ങി. ലണ്ടനിൽ നിന്നും അമേരിക്കയിൽ നിന്നും അതുപോലെ ഗൾഫ് കൺട്രീസിൽ നിന്നൊക്കെ എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ അയച്ചു തരാൻ തുടങ്ങി. എടാ നീ ചെയ്ത വീഡിയോ അല്ലേ, ഇത് വാട്സപ്പിൽ ത്രൂ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ കുറച്ച് ആളുകൾ ഇപ്പോഴും ഉണ്ട്, അങ്ങനത്തെ കുറേ ആളുകൾ. നമ്മൾ കഷ്ടപ്പെട്ട് പൈസ മുടക്കി ബുദ്ധിമുട്ടിയൊക്കെ ചെയ്യുന്ന വീഡിയോസ് അവരെടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ വാട്ടർമാർക്ക് മായ്ച്ച് അവരതാക്കി മാറ്റി അവരവരെ പേജിലിടും, അവർ വാട്സപ്പ് ത്രൂ ഇടും. ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ നമുക്കുണ്ടാകുന്ന റവന്യൂ കിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വെച്ചാൽ നമ്മളെ പേജിൽ വ്യൂ ഉണ്ടാവില്ല. ഇപ്പോഴും 1.5 കൊല്ലം മുമ്പിട്ട് ആ വീഡിയോക്ക് ഇപ്പോഴും എന്തോ 5 ലക്ഷം വ്യൂവേ ഉള്ളൂ. അതിനുശേഷം ഞാനൊരു 5-6 മാസം മുമ്പ് പിന്നെയും എടുത്തിട്ട് നോക്കി വീഡിയോ. അപ്പോഴും ഇതൊക്കെ തന്നെ അവസ്ഥ. വേറെ ആൾക്കാർ എടുത്തുകൊണ്ട് പോയി അവരതാക്കി മാറ്റി. പിന്നെ എന്തോ 2 ദിവസം എനിക്ക് തോന്നല് ആ കളക്ടർ ഒന്ന് ഇട്ടാലോ എന്ന്. അങ്ങനെയാണ് ഞാൻ രണ്ടാമതൊന്ന് റീ എഡിറ്റ് ചെയ്തു ഇത് ഇന്നലെ പോസ്റ്റ് ചെയ്തത്.